ഹലോ ഓൾ, വെൽക്കം ടു ഈസി റെസിപ്പീസ് ബൈ സുജ. അപ്പോൾ ചട്ടിയും പാത്രമൊക്കെ ആയിട്ട് നിന്ന് ഇവിടെ വന്ന് കുത്തിരിക്കണമെന്നായിരിക്കുമല്ലേ. അപ്പം അതൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അടുക്കളയിൽ തന്നെ അല്ലേ നിന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ നല്ല സുന്ദരമായിട്ടുള്ളൊരു ഗാർഡൻ ഉണ്ട് എനിക്ക്. ഞാൻ വെച്ചാൽ നമുക്ക് ഇവിടെ ചെയ്താലോ എന്താ. ഇടയ്ക്ക് സൂര്യഭഗവാൻ വരുന്നുണ്ട്, ഇടയ്ക്ക് മറഞ്ഞു പോകുന്നുണ്ട്. മഴ കുറച്ചൊന്ന് അനുഗ്രഹിച്ചാൽ നന്നായിരിക്കുന്നു ഞാൻ പറയണം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്യാബേജ് തോരനാണ് കേട്ടോ. ഞാനൊരു ഹാഫ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇടണം. കറിവേപ്പിലയും കൂടി ഇടാം. കുറച്ച് കറിവേപ്പില, പിന്നെ ഇതാ ഒരു തേങ്ങ ഒരു അരക്കപ്പിലും കുറച്ചുകൂടി കൂടുതൽ എടുക്കണം. നമ്മൾ എത്ര ക്യാബേജ് എടുക്കണോ അതിനനുസരിച്ചിട്ട്. അതിൻ്റെ കഷ്ടി പാതിയോളം തേങ്ങ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതലിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ ആദ്യം ഒന്ന് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ടാണ് മിക്സ് ചെയ്താൽ നന്നായിരിക്കും, പക്ഷേ ഇപ്പം ഞാൻ സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്യണത്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടി ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ മുറിക്കാനുള്ളൊരു ടൈം ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം കൂടിയിട്ടാണ് മിക്സ് ചെയ്യണത് കേട്ടോ. ഇതെല്ലാം മിക്സ് ചെയ്തു. ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ് മാത്രമേ ഇടേണ്ടതുള്ളൂ. പച്ചമുളകൊക്കെ ഇതിൽ ആവശ്യത്തിന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ്, നല്ല എരിവുള്ളതാണ്. അപ്പം അതിലിനി കാര്യമായിട്ട് അതൊന്നും ഇനി അതിൽ മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് വെള്ളയായിരിക്കുക, നമ്മൾ മഞ്ഞൾപ്പൊടി ഇടില്ല ഇതിൽ ഉപ്പ് മാത്രമേ ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് കുക്ക് ചെയ്യാം. ഇനി ഇത് ഓൺ ചെയ്തിട്ട് പാനിലേക്ക് നമുക്ക് ആദ്യം എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ ഉത്തമം, വെളിച്ചെണ്ണയില്ല നോർമൽ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മളിതിൽ ഒത്തിരി വെള്ളമൊന്നും ആക്കില്ല. ക്യാബേജ് തീരെ ചെറുതായി മുറിച്ചത് കാരണം അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയും വേണ്ട, ഒരുപാട് വെള്ളവും വേണ്ട. അപ്പോൾ ഇതിനകത്തോട്ട് ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കടുകിടാം. സാധാരണ നമുക്ക് ക്യാബേജ് ഒന്നും അത്ര വലിയ ഇഷ്ടമായിരിക്കില്ല അല്ലേ, ക്യാബേജ് തോരനൊന്നും കഴിക്കാൻ. പക്ഷെ ഇത് നല്ലൊരു തോരനാണ് കേട്ടോ. എപ്പോഴെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി നമുക്കിത് ഇതിലേക്ക് ക്യാബേജ്, തേങ്ങയൊക്കെ നന്നായിട്ട് ഇട്ടോളൂ കേട്ടോ. തേങ്ങ ഇട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ്. ചെറുതായിട്ട് ചെറിയ തേങ്ങ നന്നായിരിക്കും അത്. അപ്പം നമുക്ക് ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പെല്ലാം ഇട്ടതല്ലേ, ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കണം, അത്രയേ ഉള്ളൂ. അത് വേകാനും അധികം സമയം എടുക്കില്ല. അപ്പം നമ്മളിതിനെ എന്ത് ചെയ്യണം, ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായി ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് സിമ്മിലേക്ക് ഇടാം. നമുക്ക് സിമ്മിലേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റിൽ തന്നെ അത് റെഡിയാവും. അഥവാ വേണം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം തളിക്കാം. ഞാനിത് അടച്ചു വെച്ചിട്ട് സിമ്മിലേക്ക് ഇടാൻ പോകണം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഇവിടെ ചക്കയൊക്കെ ഉണ്ട് കണ്ടോ. ചക്കയൊക്കെ ഇങ്ങനെ ഒന്നും ആയിട്ടില്ല ഇനിയും, ചക്കയും ഇതൊക്കെ. ഇവിടെ ഒരു വലിയ ചക്ക കൂട്ടിയുണ്ട്, അതുകൂടി കാണിച്ചു തരാവേ. അല്ലോ, ഇത് സാധാരണ ചക്കയല്ല, നല്ല ഓറഞ്ച് കളറിലുള്ള ചുളയുള്ളൊരു ചക്കയാണിത്. നമ്മുടെ വീട്ടിലുണ്ടായ ആദ്യത്തെ ചക്ക മുറിച്ചപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു എന്നോ കാണാനായിട്ട്. നല്ല മധുരമുള്ള ചുളയും കുഞ്ഞു കുഞ്ഞു കുരുക്കളുമായിട്ടുള്ള തേൻ വരിക്ക ചക്ക. ആരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലത്തെ ചക്കയുണ്ടോ? അപ്പോൾ സൂര്യഭഗവാൻ ഇപ്പം തലയ്ക്ക് മേലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, നല്ല കറക്റ്റായിട്ടുണ്ടത്. ഞാൻ കാണിച്ചു തരാവേ അടുത്തുനിന്ന്. ഇതൊന്നുകൂടിയിട്ട് ഒന്നാവട്ടെ, ഒന്നുകൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഞാൻ വെള്ളം ആവശ്യം വരുമോ എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കറക്റ്റായിട്ടുണ്ട്. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കണത് നല്ലത്, അല്ലെങ്കിൽ നമ്മൾ അയണിൻ്റെ കടായിൽ ഉണ്ടാക്കാനും കൊള്ളാം കേട്ടോ. അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരാൾ കൂടി വരുന്നുണ്ടേ. ഇത് ഞങ്ങളുടെ സ്വന്തം ഡാഷിക്കുട്ടൻ. അവനിവിടെ നോക്കുവാണ് ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന്. അപ്പം നല്ല ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇത്തിരി ചോറും സാമ്പാറും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ തോരൻ അടിപൊളിയാണ്. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ആൻഡ് ഹാപ്പി കുക്കിംഗ്.